ഹായ് ഹലോ ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബലരാമൻ ജയിലിൽ ഒരു ദുസ്വപ്നം കണ്ട് എണീക്കുന്നുണ്ട്. കൃപനെ കുറിച്ചുള്ള സ്വപ്നമായിട്ടാണ് കണ്ട് എണീക്കുന്നത്. അങ്ങനെ അത് കണ്ട് ആകെ അസ്വസ്ഥനാവുന്നുണ്ട്. എന്തായാലും ഈ വിവരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അമ്മയെ വിളിച്ച് അറിയിക്കണം എന്നുള്ള രീതിയിൽ സഹദേവനെ പോയി കാണുന്നുണ്ട്. സഹദേവ, എനിക്കിപ്പോൾ തന്നെ അമ്മയെ വിളിക്കണം, എനിക്ക് അമ്മയെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് തോന്നുമ്പോഴൊക്കെ വിളിക്കാൻ എന്നെ കിട്ടില്ല, അല്ലെങ്കിൽ തന്നെ പ്രശ്നമായിരിക്കുകയാണ്. ഇവിടെ അതൊന്നും അലൗഡ് അല്ല, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട് കേട്ടോ ബലരാമനോട്. ബലരാമൻ ഇതൊക്കെ കേട്ട് ആകെ ഭ്രാന്ത് വരുന്നുണ്ട്. നിനക്ക് ഞാൻ ചോദിക്കുമ്പോൾ പൈസ എണ്ണി തരുന്നില്ല, അതിനുള്ള പണി നീ എടുത്തോളണം എന്നൊക്കെയുള്ള രീതിയിൽ നല്ലോണം തന്നെ അവനോട് ചൂടായി, അവനോട് തട്ടിക്കയറി മര്യാദയ്ക്ക് എൻ്റെ അമ്മയെ വിളിച്ചു തന്നോന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ബലരാമൻ്റെ ആ ഒരു വാക്കുകളൊക്കെ കേട്ട് പെട്ടെന്ന് തന്നെ സഹദേവൻ സുമിത്രയെ വിളിച്ചു കൊടുക്കുന്നുണ്ട്. ഹലോ ബലരാമൻ, സഹദേവ, ബലരാമൻ സുഖമാണെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ, ഇത് ഞാൻ തന്നെയാണ്, ബലരാമൻ തന്നെയാണ്. അമ്മേ, എനിക്ക് ആകെ ഒരു അസ്വസ്ഥത. ഞാൻ ആ കൃപയെ സ്വപ്നം കണ്ടിരുന്നു. ആ അപകടം ആക്സിഡൻ്റൊക്കെ ഉണ്ടാക്കിയതിനെക്കുറിച്ച് അതെന്നെ വല്ലാതെ എന്നെ പേടിപ്പിക്കുന്നു. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ മോനെ നിനക്ക് ഇത്ര ഇപ്പോൾ ഒരു സഹതാപമൊക്കെ തോന്നാനായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സാഗറും സുജാതയും അവരൊരു പാവങ്ങളാണ്. അമ്മയ്ക്കായിരിക്കും ചിലപ്പോൾ അവരെപ്പറ്റി തെറ്റിദ്ധരിച്ചിട്ട് അമ്മ ഓരോന്ന് പറയുന്നുണ്ടാവുക. അല്ലാതെ അവർക്ക് ആരെയും ഇങ്ങനെ നോവിക്കാനും വേദനിപ്പിക്കാനും കഴിയില്ല അമ്മേ. ആ കൃപയോട് ഞാൻ ചെയ്തത് അത് വലിയ തെറ്റാണ്. എൻ്റെ സ്വന്തം ഒരു അനിയത്തി കുട്ടിയെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ സുമിത്രയ്ക്ക്. ഇനി അവരുടെ ഭാഗത്ത് നിൽക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ. നീ ഇപ്പോൾ ഞങ്ങളുടെ മകനെല്ലാം എന്നറിഞ്ഞ ശേഷം നിനക്കിപ്പോൾ ഒരു അകൽച്ച തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നതൊന്നും നിനക്ക് വിശ്വാസമില്ല അല്ലേ ബലരാമ? ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി അല്ലേ? അവരെ ശത്രുവായി കണ്ട നീ ഇപ്പോൾ അവർക്ക് മിത്രമാവാൻ പോവാണോ? നിനക്ക് അവരോട് സഹതാപം തോന്നുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല അമ്മേ, അതാണ് സത്യം. അവർ പാവങ്ങളാണ്. നമ്മൾ എന്തിനു വെറുതെ അവരോട് വാശിയും വീറും കാണിക്കാൻ നിൽക്കുന്നത്? അമ്മയ്ക്ക് തെറ്റ് പറ്റിയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നീ അങ്ങനെ ചിന്തിച്ചോ. എന്തായാലും നീ ഞങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങി. നീ സാഗർ സുജാതിനെയാണ് ഇപ്പോൾ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെൻറ്റിമെൻ്റ് അടിക്കുന്നുണ്ട്. നാടകം അഭിനയിക്കുന്നുണ്ട് ബലരാമൻ്റെ മുന്നിൽ. ഇനി ഈ അമ്മയെ വേണ്ടെങ്കിൽ വേണ്ട, നീ നിൻ്റെ വഴി നോക്കിക്കോ. ഈ അമ്മ നിന്നെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി. ആരോ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഞാൻ നിന്നെ ഒന്നും അറിയിക്കാതെ വളർത്തി. എന്നിട്ട് ഇതാണോ എനിക്ക് ഇപ്പോൾ കിട്ടിയ തിരിച്ചടി എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നാടകം കളിക്കുന്നുണ്ട്. ഇതൊക്കെ മാറി നിന്ന് ഭാഗ്യശ്രീയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സുമിത്ര. അങ്ങനെ ബലരാമനും സുമിത്രയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് ആകെ സങ്കടമാവുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഭാഗ്യശ്രീ അങ്ങോട്ടേക്ക് കയറി വന്നു. എന്താ ഒരു അഭിനയം, മകൻ്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കാണല്ലോ. നിങ്ങൾക്ക് ഓസ്കാറിനേക്കാളും മുകളിലുള്ള അവാർഡായിരിക്കും ഇതിനൊക്കെ കിട്ടേണ്ടത്. എന്താ കരച്ചിലും അഭിനയവും സെൻറ്റിമെൻറ്റ് നിറഞ്ഞ വാക്കുകളും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നിനക്കെന്താടി, ഞാൻ അഭിനയിച്ചാൽ നിനക്കെന്താടി എന്നൊക്കെ ചോദിക്കേണ്ടത് സുമിത്ര. അഭിനയിച്ചോ, പക്ഷെ നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എടി നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ തല്ലുവോ കൊല്ലുവോ എന്താ ചെയ്തോ, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ബലരാമ ഏട്ടനെ സ്വന്തം രക്തത്തെ തിരിച്ചറിയാനുള്ള തുടങ്ങി, സ്വന്തം അച്ഛനമ്മയെ അറിയാൻ തുടങ്ങി. ആ ഏട്ടൻ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ പറ്റില്ല. നിങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് മാത്രമാണ് ഈ ക്രൂരതയൊക്കെ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിന് നിന്ന് കൊടുക്കാൻ എൻ്റെ ബലരാമൻ ഏട്ടനെ കിട്ടില്ല. ഞാൻ അതിന് വിട്ടുകൊടുക്കുകയില്ല. നിങ്ങൾ കണ്ടോ, ഇനി നിങ്ങൾക്കുള്ള പണികളും ആയിരിക്കും ഇനി തിരിച്ചടിക്കാൻ പോകുന്നത്. ഇനി അതിനുള്ള നാളുകളാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോകുന്നുണ്ട് തിരിച്ച് ഭാഗ്യശ്രീ. അങ്ങനെ ഇതൊക്കെ കേട്ട് സുമിത്രയ്ക്ക് പേടിയായി പെട്ടെന്ന് തന്നെ ലാലിയെ വിളിക്കുന്നുണ്ട്. ലാലിയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് കേട്ട് ആകെ അന്തം വെള്ളമുണ്ട്. എന്താ ഈ ലാലിക്ക് എന്താ പറ്റിയത്? ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോവുമോ? ഇനി എല്ലാം തനിക്കെതിരെ തിരിയോ എന്നൊക്കെ ഉള്ളതിൽ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ സുമിത്ര. പിന്നീട് മാനസയെ കാണിക്കുന്നുണ്ട്. മാനസയെ ആൻറ്റിയമ്മ വിളിക്കുകയാണ്. എടി എന്തായി, കൺമണി ലോൺ വേണമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വല്ല പ്രോഗ്രസ്സും ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, അതിൻ്റെ അപേക്ഷയൊന്നും അവൾ തന്നിട്ടില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവളിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇവിടെ കാണാനില്ല, എങ്ങോട്ടാ പുറത്ത് പോയിക്കൊന്നും അറിയില്ല എന്നൊക്കെ മനസ്സ് പറയുന്നുണ്ട്. അപ്പോൾ കൃഷി ഇല്ലേ എന്ന് ആൻറ്റിയമ്മ ചോദിക്കുന്നുണ്ട്. ആ കൃഷി ഉണ്ട്, അവൻ്റെ ക്യാബിനിലുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നീ അവിടേക്ക് പോടി, എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ശരി എന്ന് പോകാമെന്ന് പറഞ്ഞ് കൃഷിൻ്റെ ക്യാബിനകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്താണ് ഇനി കൃഷി കൺമണിയെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് കൃഷി എന്ന് വിളിച്ചിട്ട് മാനസ പോകുന്നത്. ഇനിയിപ്പോൾ ഇവളുടെ മുന്നിൽ അഭിനയിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃഷി, മാനസ കയറി വാ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കരുതി ഇനി കൃഷിന് ഞാൻ വരുന്നത് ഇഷ്ടപ്പെടില്ല എന്ന് കരുതി, അതുകൊണ്ട് ഞാൻ മാറി നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട്, നീ വരുന്നത് ഇഷ്ടമല്ല എന്ന് ആരാ പറഞ്ഞത്, നീ ഉള്ളതാണ് എൻ്റെ സമാധാനം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ വഴിക്ക് വാടാ എന്നൊക്കെ മാനസ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാനസ ചോദിക്കുന്നുണ്ട്, കൺമണിക്ക് ലോൺ വേണമെന്ന് പറഞ്ഞില്ല, അതിൻ്റെ എന്തായെന്ന് ചോദിക്കണ്ടേ. എനിക്കൊന്നും അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, ഞാനതൊന്നും അന്വേഷിക്കാറേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് കൺമണി അകത്തേക്ക് കയറി വന്ന് അവളുടെ ക്യാബിനകത്തേക്ക് ഇരിക്കുന്നത്. അങ്ങനെ കൃഷി അത് കണ്ടതും തന്നെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. എവിടെയായിരുന്നു കൺമണി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, ഞാനത് ദേവജി സാർ വിളിച്ചൊരു മീറ്റിങ്ങിന് പോയിക്കായിരുന്നു പറയുന്നുണ്ട്.
ആ എന്നൊക്കെയുള്ള രീതിയിൽ ആ സമയത്ത് തന്നെ മാനസ് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ആ ശരി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു അന്വേഷണം കൺമണിയോട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല അത് ആ ശങ്കർ വിളിച്ചിരുന്നു ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എവിടെ പോയി എന്ന് അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഡിസൈൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും ശ്രീദേവി നാളെ ജോയിൻ ചെയ്യും ചീഫ് ഡിസൈനറായിട്ട്. അപ്പോൾ പിന്നെ ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, കൃഷി അതിനെപ്പറ്റി ടെൻഷൻ ആകുമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ ശരി മാനസ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പെട്ടെന്ന് തന്നെ കൃഷി അവിടെ നിന്ന് മാറുന്നുണ്ട്. അങ്ങനെ മനസ്സിൽ പെറുപെറുക്കുന്നുണ്ട്. എടി, ശ്രീദേവി ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് വേണം നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാനായിട്ട്. ഇനി കൺമണി ഇവിടെ വാഴുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ കരുതുന്നുണ്ട്. പിന്നീട് കൺമണി വെള്ളം കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് കൃഷി അവിടേക്ക് ചെല്ലുന്നുണ്ട്. കൺമണി, നീ എവിടെയായിരുന്നു? ഞാൻ എത്ര ടെൻഷൻ അടിച്ചു എന്ന് പറയും. നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സാർ ഞാൻ മീറ്റിങ്ങിനായിരുന്നു എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാലും നീ കൺമണി എവിടെ പോകണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോകണം. എനിക്ക് നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നപ്പോഴൊക്കെ എനിക്ക് ആകെ ടെൻഷനായി. ഒന്നാമത് നീക്ക് തലകറക്കവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലോ, ഒരു ബ്ലഡ് ചെക്കപ്പൊക്കെ ചെയ്യണം. ഇനി എവിടെയെങ്കിലും ഇതുപോലെ വല്ലാതെ വീണ് കിടന്നിട്ടുണ്ടെങ്കിലോ, ഞാൻ ആകെ ടെൻഷനായി എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല സാർ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, സോറി സാർ എന്നൊക്കെ പറഞ്ഞ് കൺമണി പറയുമ്പോൾ, സോറി ഒന്നും വേണ്ട, നിനക്കൊരു പണിഷ്മെൻ്റ് ഉണ്ട്, പെട്ടെന്ന് ഒരു മുത്തുകോവ് തന്നോ എന്ന് പറയുന്നുണ്ട്. മുത്തുകോവ് ഇത് ഓഫീസാണ് സാർ എന്നൊക്കെ പറയുന്നുണ്ട്. വയസ്സായ കാലത്ത് ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ കൺമണി, ഓഫീസിൽ വെച്ചും മുത്തുകോവ് തന്ന കൺമണിയെക്കുറിച്ച് എനിക്ക് ആലോചിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി കൺമണി കൃഷിനൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷി ഇത് മതി, എനിക്കിത് മതി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ കൺമണി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനി ആ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ കൃഷി സാറിൻ്റെ രീതി എങ്ങനെയായിരിക്കും, ഇനി എങ്ങനെയായിരിക്കും ആ മനുഷ്യന് അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്നൊക്കെയുള്ള രീതിയിൽ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുന്നുണ്ട് കൺമണി. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വരുണിൻ്റെ അടുത്തേക്ക് അനിരുദ്ധ് വരുന്നുണ്ട്. എന്താ സാർ, ആ വീട് ആ കരീംഭായ് വേണമെന്ന് പറഞ്ഞു, അതിന് ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാളിനെക്കുറിച്ച് അന്വേഷിച്ചിടത്തോളം അയാൾ ഭയങ്കര ക്രൂരനാണെന്ന് കേട്ടിട്ടുള്ളത്. എന്തായാലും ആ വീട് അയാൾക്ക് കൊടുക്കുന്നത് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പട്ടി കൊടുക്കും ആ വീട്, അത് ഞാൻ ആർക്കും കൊടുക്കില്ല എന്നൊക്കെ വരുൺ പറയുന്ന സമയത്ത് തന്നെ കരീംഭായ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. നിൻ്റെ പട്ടീൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പൂച്ചേൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങിയെടുക്കും. എന്താ അനിരുദ്ധേ, എന്നെപ്പറ്റി നേരെ അന്വേഷിച്ചോ, എല്ലാം അറിഞ്ഞു എന്ന് തോന്നുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ വൈകിക്കുന്നത്, രജിസ്ട്രേഷൻ പെട്ടെന്ന് തന്നെ നടത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ കിട്ടില്ല, ഞാനത് ഒപ്പിട്ട് തരില്ല എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അനിരുദ്ധ് പറയുന്നുണ്ട്, കരീംഭായ് വെറുതെ ഭീഷണിക്കും പ്രശ്നത്തിനും വരരുത്, അവർക്ക് വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ വിൽപ്പിക്കും ഞാൻ, എന്നെ നിങ്ങൾക്ക് നേരാവണ്ണം അറിയില്ല, മര്യാദയ്ക്ക് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വന്ന് ആ വീട് എൻ്റെ പേരിൽ ഒപ്പിട്ട് തന്നോളാം, നീ പറഞ്ഞതിനേക്കാൾ 1,00,000 രൂപ ഞാൻ കൂടുതൽ തരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഒപ്പിട്ട് തരില്ല എന്നുള്ള രീതിയിൽ തന്നെ വരുൺ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും നീ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നിൻ്റെ മയ്യത്തായിരിക്കും എടുക്കുക എന്നൊക്കെയുള്ള രീതി നല്ലോണം തന്നെ ഭീഷണിപ്പെടുത്തി പോകുന്നുണ്ടല്ലോ കരീംഭായ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വരുൺ ധനലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. ആ കരീംഭായ് ഇവിടെ വന്നിരുന്നതിനെ ഭീഷണിപ്പെടുത്താനായിട്ട്, അയാൾക്ക് ഞാനിത് ഒപ്പിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ മോനെ, ഒരു കാരണവശാലും ഒപ്പിട്ട് കൊടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എൻ്റെ നേർക്കാണ് ഭീഷണി മുഴക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ധനലക്ഷ്മി ആ 10,00,000 രൂപയും അതുപോലെ തന്നെ 101 പവനും ആ വീട് ഞാൻ അയാൾക്ക് എഴുതി കൊടുത്ത് നിങ്ങളത് എനിക്ക് തരേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ മോനെ, അതൊന്നും വേണ്ട, നീ അവരെ പേടിച്ചിട്ട് ആ വീട് കൊടുക്കുകയൊന്നും വേണ്ട, അവരെ നിന്നെ പരീക്ഷിക്കുകയാണ് മോനെ, നീ അതിൽ വീണ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നാടകം കളിക്കുന്നുണ്ട് കേട്ടോ, ആ വീട് എങ്ങനെയെങ്കിലും വിൽപ്പിക്കാതിരിക്കാനായിട്ട് ധനലക്ഷ്മി. പക്ഷെ അത് വരുണിൻ്റെ കയ്യിൽ മുതലെടുക്കാനും പറ്റുന്നില്ല. വരുണാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ കരീംഭായിയെ പേടിച്ച് ആ വീട് കരീംഭായിക്ക് തന്നെ എഴുതി കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.